ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗാർഡനിലുള്ളൊരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് അംബർല പ്ലാന്റ് എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കാറ്. ഷഫാല പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഈ ഒരു ഇലക്ക് ഇങ്ങനെ ഒരു അംബർല ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാവാം ഈ ഒരു പ്ലാന്റിനെ നമ്മൾ അംബർല പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നോർമലായിട്ടുള്ള അംബർല പ്ലാന്റ് ആണ്. ഈ ഒരു അംബർല പ്ലാന്റ് തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള അംബർല പ്ലാന്റും വരുന്നുണ്ട്. വെരിഗേറ്റഡ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു ലീവ്സിന് 2 കളറ് ചേരുന്നതാണ്. അതായത് ഒരു വൈറ്റ് കളറും ഗ്രീൻ കളറുമാണ്. ഇത് ചെറുതായിട്ടൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ ഇലയിൽ നമുക്ക് ഏകദേശം 2 കളറ് വരുന്നുണ്ട്. ഒരു ഗ്രീൻ കളറും നല്ലൊരു യെല്ലോ കളറുമാണ് വരുന്നത്. ഇതുപോലെ വൈറ്റ് കളറുള്ളൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റി കൂടിയുണ്ട്. നമ്മളടുത്ത് ഇപ്പം അതിൻ്റെ ഒരു പീസില്ല. ഈ ഒരു ചെടി മാത്രമാണ് ഉള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, തുടക്കക്കാർക്കൊക്കെ ഗാർഡനിങ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ചെടി കൂടിയായിട്ടാണ്. ഒരുപാട് കെയറുകളൊന്നും വേണ്ട, നമ്മളെ പരിമിതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്കിതിനെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല എന്നതാണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റാണ് ഈ ചെടികൾക്ക് ആവശ്യം. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേ ഉള്ളൂ ഈ ചെടിയുടെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു കളറ് നമുക്ക് കിട്ടുകയുള്ളൂ. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള വെയിലൊക്കെ കിട്ടിയിട്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ഒരു ചീഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് മെയിനായിട്ട് കിട്ടില്ല. അതാണ് ഈ സൺലൈറ്റിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം, ചിലപ്പോൾ 2 ദിവസമൊക്കെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് ഈ ചെടി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്നെങ്കിൽ ഒരു വീടിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമ്മളെ സൺഷെയ്ഡ് പോലത്തുള്ള സൈഡിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ ഈ ചെടി എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ നിലനിന്ന് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു കഷ്ണം തണ്ട് നന്നായിട്ട് ഇലകളൊക്കെ മാറ്റിയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചെടി പിടിച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷനും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഇല മുറിച്ച് നമുക്കൊരു ചെറിയൊരു ഒരു പാത്രത്തിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇലയിൽ വേര് മുളയ്ക്കുന്നതും കാണാം. അങ്ങനെയും നമുക്ക് ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തണ്ട് മുറിച്ചിട്ടിട്ടാണ് കുഴിച്ചിടാറ്. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് തണ്ട് കുഴിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ തന്നെ വലിയൊരു പോട്ടിൽ ഉണ്ട്. ഇങ്ങനെ 2 പോട്ടിലാണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കഷ്ണം മുറിച്ച് കളയുമ്പോഴാണ് ഇതിങ്ങനെ വേറെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ 2 പോട്ട് നമുക്ക് ഉണ്ടായിട്ട് ഉള്ളത്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇങ്ങനെ ബുഷിയായിട്ട് നന്നായിട്ട് വളർന്ന് കിട്ടും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇത് നീണ്ടിട്ട് ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബുഷിയായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് വേറൊരു പോട്ടിലുള്ളതാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇത് നമ്മൾ വലിയൊരു പോട്ടിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഒരുപാട് തൈകൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ ഭാഗത്തുനിന്നും പുതുതായിട്ട് കൊമ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലീവ്സുകളൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി ഇന്നൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വേറൊരു പോട്ടിൽ ചെറിയൊരു കഷ്ണം ഉണ്ടായി വന്നിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് മാറ്റി നടന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയൽ റൂട്ട്സ് ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ്. ഇപ്പോൾ അത് നോക്കിയാൽ തന്നെ അറിയാൻ, കണ്ടില്ലേ, ഈ ചട്ടിക്കൊക്കെ പുറമേക്ക് ഇതിൻ്റെ റൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരുന്നു പറഞ്ഞതാണ്. ഒരുപാട് റൂട്ട്സ് ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വളരുകയും ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ പ്രൂൺ ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ ഒരു കഷ്ണം ഒരു ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം നല്ല വലുപ്പം വെച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല വലുപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം.
ഒരുപാട് വളങ്ങളൊന്നും ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ഒന്നും ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടതില്ല. നമ്മൾ സാധാരണ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി മാത്രമാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്ര തന്നെ ഈ ഒരു ചെടി ധാരാളമാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിന് ഇതൊന്ന് നമ്മൾ ബുഷിയാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടി ഉണ്ട്. ഓൾറെഡി നമ്മൾ പണ്ടിവിടെ കട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു കമ്പ് വന്നത്. അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും കൂടിയും കട്ട് ചെയ്യാം. നമുക്കിത് വേണമെങ്കിൽ വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു തണ്ടിന്ന് കൂടി ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ബുഷിയായിട്ട് നമുക്ക് വളർന്ന് കിട്ടുന്നതാണ്. നമ്മൾ ഈ ഒരു പോട്ടിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ വാട്ടറായിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ താഴത്തുള്ള 2-3 ലീവ്സ് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വേര് പിടിക്കുന്നതായിരിക്കും. വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മണ്ണിലേക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അംബർല പ്ലാന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ചൊരു ടോക്സിക് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കത് എത്രത്തോളം അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് കുട്ടികളുടെ അടുത്തും അതുപോലെ പെറ്റ്സൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ കുറച്ച് അവരുടെ അടുത്തു നിന്നൊക്കെ മാറി വെച്ച് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. അപ്പം കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലത്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.